എന്താ നിന്റെ തീരുമാനം? എന്റെ അമ്മ 1000 വട്ടം പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞ കഴിക്കണ്ട. നീ പറഞ്ഞു വെച്ചിട്ട് എന്താ? നീ അവളെ തന്നെ കല്യാണം കഴിക്കണം. നോക്കാലോ കല്യാണം കഴിക്കുമല്ലേന്ന്. നോക്കാലോ എങ്ങനെ ഈ കല്യാണം നടക്കാന്ന്. ഹലോ, നോക്കുമോളെ ഞാൻ നല്ലപോലെ ഫുഡ് അടിക്കും, അതുകൊണ്ട് നീ ഈ കല്യാണത്തിന് ഇഷ്ടല്ലാന്ന് പറഞ്ഞോ. അയ്യവാ, എന്താ പറഞ്ഞേ? ഞാൻ ഇപ്പൊ തന്നെ യൂട്യൂബിൽ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി പഠിക്കായിരുന്നു. ഐ ലവ് കുക്കിംഗ്. അതൊക്കെ ശരി, പക്ഷെ എനിക്ക് ശമ്പളം തീരെ കുറവാണ്. അതൊന്നും ഒരു പ്രശ്നല്ല. അല്ലെങ്കിൽ എനിക്ക് ഈ പുരുഷന്മാര് പുറത്തു പോയി ജോലി ചെയ്യുന്നോട് തീരെ താല്പര്യമില്ല. നിങ്ങള് വീട്ടില് റെസ്റ്റ് എടുത്തോ, ഞാൻ ജോലിക്ക് പോകണ്ടല്ലോ. അതൊക്കെ ഓക്കെ, പക്ഷെ ഞാൻ സ്ത്രീധനത്തിനെതിരല്ല. സ്ത്രീധനം കൊടുക്കുന്നതിനോട് വളരെ യോജിപ്പുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് സ്ത്രീധനം കുറച്ചൊന്നല്ല, വാരിക്കോരി തരേണ്ടി വരും. അയ്യയ്യേ, അതൊക്കെ വാരിക്കോരി തരാനുള്ള കഴിവുണ്ട് ഞങ്ങക്ക്. ഇന്നലെ കൂടെ അച്ഛൻ ചോദിച്ചോളൂ ഏത് കളർ ഫോർച്യൂണറാ വേണ്ടേന്ന്. നിങ്ങൾ അച്ഛനോട് പറഞ്ഞാ മതി. അതൊക്കെ ശരി, എനിക്ക് 3-4 പെണ്ണുങ്ങളായി ചുറ്റിക്കളി ഉണ്ട്. ഓ മൈ ഗോഡ്, അപ്പൊ നമ്മള് രണ്ടുപേരിൽ ഒരാൾക്കെങ്കിലും ഇതേ പറ്റിയൊക്കെ അറിയാം. അതായത് ഈ പെൺകുട്ടികൾക്ക് ഫ്ലവേഴ്സ്, ടെഡി, ചോക്ലേറ്റ് ഇതൊക്കെ ഇഷ്ടാണ്. അപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഇതൊക്കെ എനിക്ക് വാങ്ങിച്ചു തരുമല്ലോ. അതൊക്കെ ഓക്കെ, പക്ഷെ എനിക്ക് ദേഷ്യം വരും നല്ലപോലെ. ഓ, ഇതാ പറയുന്നത് ഓപ്പോസിറ്റ് അട്രാക്ഷൻ എന്ന്. എന്റെ വീട്ടിലെ എല്ലാരും സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് എന്നെ എക്സാമ്പിൾ പറയാറ്. എന്നാ പിന്നെന്താ, ഇനിയിപ്പൊ പറയാനൊന്നുമില്ല. കഴിക്കാം, കല്യാണം കഴിക്കാം. അപ്പൊ ബൈ ബൈ. ഓക്കെ അമ്മേ, മിഷൻ കംപ്ലീറ്റഡ്.